ഡോക്ടർ മുതല എനിക്ക് നല്ല അനുഭവമാണ്. എല്ലാരും പറഞ്ഞോണ്ടാണ് ഞാനും എന്റെ ചെറുക്കനോട് കൊടുക്കുന്നത്. മൊത്തത്തിലേ നല്ല പേരായി ഡോക്ടർക്ക്. അത് നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ 2 മക്കളെ കാര്യം ക്ലിയർ ആവും. ഓക്കെ ഉണ്ടാക്കും. ഇയാളെ നല്ല ഇഷ്ടപ്പെടും. ഇവിടെ പോരടാ, പോരടാ. യെസ്, ഇങ്ങോട്ടിരിക്കടാ. ആ ആ ഇനി രോഗി ഇവിടെ ഇരിക്കട്ടെ. ആയിക്കോട്ടെ സാറേ. നിങ്ങൾ കുറച്ച് പുറത്തു പോയി നോക്കൂ. ഓക്കെ. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയാണ്. സീനിയർ ആണല്ലേ? യെസ്, നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം. യെസ്, കാര്യം. നിങ്ങളാണ് യഥാർത്ഥ ഡോക്ടർ. അപ്പോ ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരിക. നാളെ ഇന്നല്ല, നാളെ തന്നെ ഞാൻ വരും. ഓക്കെ. യെസ്, ആ ബൈസ്റ്റാൻഡർ വരും, പേഷ്യന്റ് കൂടുതൽ ആൾ വരും. കൊണ്ടുപോയിക്കോ, പേടിക്കാനൊന്നുമില്ല. റെഡി. ഇത് 500 കൺസൾട്ടിങ് ഫീസ്. അടുത്ത പ്രാവശ്യം വരുമ്പോ അത് കൂടി ചേർത്ത് കൊണ്ടുവരാ സാറേ. നമ്മളെ കുട്ടിയുടെ ഹാപ്പിയാണ്. ഇപ്പ ഇതാണ് നമ്മളെ മുതല്. അതല്ലേ ഞാൻ സാറിന്റെ അടുത്തേക്ക് എന്നെ കൊടുത്ത്. ആളൊരു മുതല. സൂപ്പറാണ്. ഇപ്പോഴത്തെ 450 പഴയത് 3900 ഉണ്ട്. ടോട്ടല് 4 ചില്ലറ ഉണ്ട്. ഇതിക്ക് എത്ര വരവൊക്കെ ഉണ്ടത്? ഇപ്പൊന്നും തരുന്നില്ല. ഞാൻ തരാം. എനിക്കറിയില്ല ഏട്ടൻ്റെ കാര്യം. ആകെ ബുദ്ധിമുട്ടില്ല. കാശ് കൊടുത്താലേ അവിടുന്ന് സാധനം വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഇത് കൊണ്ടേക്കോളി. ഇനി സാധനം വേണമെങ്കിൽ പൈസ വേണം. അത് പ്രശ്നമാണ് ഇവിടെ. ചേച്ചി, ഏട്ടന്റെ കഥ മുഴുവൻ ഞാൻ കേട്ടു. ഇവിടെ അടുത്ത് നല്ലൊരു ഡോക്ടർ വന്നിട്ട് അയാളൊന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കും. ഏട്ടന്റെ മദ്യപാനാണ് എന്താ നിർത്തിയത്. ഞാൻ അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ. ഞാൻ ആകെ ഗതികെട്ടു. എന്തൊരു കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് തുടങ്ങിയൊരു ഇതാണ്. എത്രതായിട്ട് ഇതൊന്നും നിർത്തി കിട്ടാൻ എവിടെ കൊണ്ടായാലും വേണ്ടില്ല. എത്ര പൈസ ചെലവാക്കിയാലും അതൊന്ന് നിർത്തി കിട്ടിയാൽ മതി. ഏത് ഡോക്ടറെ എടുത്താച്ചെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഈ ലാസ്റ്റ് ചികിത്സയാണിത്. ഇനി നിങ്ങളെ ഞാൻ എവിടേക്കും കൊണ്ടുപോകില്ല. ഇതോടുകൂടെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നോക്കാം. യെസ്, നെക്സ്റ്റ്. Come on, be seated. ഇത് എന്തിന്റെ ഡോക്ടറാ? സൈലൻസ്. അങ്ങോട്ടു നീട്ടു. മാർക്ക് കുറവാണല്ലേ? എത്രയായി തുടങ്ങിയിട്ട്? ഡോക്ടറെ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചാരായം മാറ്റുന്ന ആളുകളാ. അച്ഛനൊക്കെ നല്ല കുടിക്കാരനായിരുന്നു. അപ്പൊ അങ്ങനെ സ്വല്പം ചെറുപ്പത്തിൽ 10 വയസ്സുള്ളപ്പോ തന്നെ തുടങ്ങിയിട്ടുണ്ട് കുട്ടി. നിർത്താൻ പറ്റിയിട്ടില്ല. നല്ല കുട്ടിയാ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ചികിത്സ. പേര് ശാന്തി. നിങ്ങളുടെ പേരല്ല, ഇദ്ദേഹത്തിന്റെ പേര്?
സഹദേവൻ. സഹദേവൻ. ഓക്കെ, ബൈസ്റ്റാൻഡർ ഒന്ന് പുറത്തു നിൽക്കും. ഈ ഡോക്ടർ പറയണതൊക്കെ ഒന്ന് കേൾക്കും. ഞാൻ ആകെ സഹി കെട്ടിട്ടാണ്. നോക്കാം. മിസ്റ്റർ സഹദേവന്റെ സ്ഥിരം ബ്രാൻഡ് അങ്ങനൊന്നുമില്ല ഡോക്ടറെ. ആ ചാരായം വാറ്റുമ്പോ അതില് ചിരട്ട, തെങ്ങിന്റെ വേര് ആ. ഇല്ലാത്ത ഒന്നുമില്ല. അത് കുടിച്ച് ശീലിച്ചതല്ലേന്ന്. ആ, അങ്ങനെ ഒരു ബ്രാൻഡ് നമുക്ക് ഓക്കെ ഓക്കെ. ഇരിക്കൂ. ജനരഹിതമാം ചാരായം ഒരു കവിൾ മോന്തി ചാരായ ഷാപ്പിലെ പരിഷയോട് ഞാൻ ചോദിച്ചു, അവനെവിടെ? എണീറ്റ് ഇരുന്ന് കുടിക്കരുത്, നിന്ന് കുടിക്കുക. Don't, Mr. Sahadevan. Calm, quiet. No. കുറച്ച് അളവിനേ കഴിക്കാവൂ. ഡോക്ടറെ വറ നിന്നിട്ടില്ല. വിറയൊക്കെ നിൽക്കും, ഷിവറിങ് എല്ലാം നിൽക്കും. ഓക്കെ. Don't, Mr. Sahadevan. നിന്ന് കുടിക്കുക, നിന്ന് മാത്രം കുടിക്കുക. ഓക്കെ, സഹദേവന്റെ ബൈസ്റ്റാൻഡർ വരൂ. യെസ്, സുഖപ്പെടും. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കൊണ്ടുവരിക കേട്ടോ. സാറേ, സാറിനെ ദൈവത്തെ പോലെ കാണുന്നു. ഓക്കെ. ഞാൻ ഇതുകൊണ്ട് എനിക്കെൻ്റെ മക്കളും പുറത്തിറങ്ങാൻ പറ്റാ. കല്യാണപ്രായമായ മക്കള് എല്ലാതുകൊണ്ടും ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. ഡോണ്ട് വറി. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. മിസ്റ്റർ സഹദേവൻ, ഇനി മേലിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് വരിക. ഓക്കെ. ഇനി ബാറിലൊന്നും കയറില്ല. ഇനി അവൻ ഡോക്ടറെ അടുത്ത് മാത്രമേ വരുള്ളൂ. ഓക്കെ. നാളെ വേണ്ട, മറ്റന്നാൾ ഒന്നാണ്. എന്ത് മനുഷ്യപ്പോഴും നാറുന്നുണ്ടല്ലോ നിങ്ങളെ. അത് 2 ദിവസം മുമ്പ് കുടിച്ചതാടി. പിന്നെ നമ്മളെ ഡോക്ടർ ഉണ്ടല്ലോ, ഒരു മുത്താണ് കേട്ടോ അല്ലേ? നിങ്ങൾ ഡോക്ടറെ കണ്ട? എല്ലാരും കൂടി മൂപ്പരുമാർ ഡോക്ടർ നമ്മോട് സംസാരിച്ചില്ലേ, ഇനി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്റെ കുടുക്കാരത്തി ഓളെ കണ്ണിന് അത് എപ്പോഴും കണ്ണീര് പോകും. പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കണം? അല്ല ഡോക്ടർ ഒരു മദ്യപാനിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ സാറേ. ഒരു രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ സമ്മതിക്കല്ല. എന്താ കുടിക്കുകയാണോ വലിക്കുകയാണോ എന്താന്നില്ല ഒന്നും അറിയില്ല സാറേ. വേണ്ട ഒച്ചയും പൊടി വേണ്ട റൂമിൽ. ഡോക്ടറെ 4 ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് പിന്നെ നിർത്തിയിട്ടില്ല. 4 ദിവസം തുടർച്ചയായിട്ട്. രാത്രി ഇല്ലെങ്കിൽ പറ്റൂല, അത് വേണം. അപ്പോ പാതിരക്കൊക്കെ എണീറ്റ് ഇടയ്ക്ക് 12 മണിക്കൊക്കെ നീച്ചു. എണീക്കുമ്പോ അത് ഒരു വേണം. ഇവനിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നു. നിങ്ങൾ വന്ന സ്ഥലം തെറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് എത്തിയത് കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെട്ടു. അതുകൊണ്ടല്ലേ സാറിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിട്ട് വന്ന ഇവനെ. ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണല്ലോ കൂട്ടിട്ട് വരുന്നേ. ഇപ്പൊ നുണ പറയാൻ നേരം പൊഴുക്കോളം ഉറങ്ങണില്ലപ്പോ. മൂപ്പര് പറയണമെന്ന് കേക്കണ്ട. മൂപ്പരെ തുള്ളി കുടിച്ചിട്ടില്ലല്ലോ, പിന്നെ മൂപ്പര് പറയണമെന്ന് കേട്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യം ചെയ്യൂ, ബൈസ്റ്റാൻഡർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പുറത്ത് വെക്കണം. ഇന്ന് തന്നെ ഇവന് മരുന്ന് കൊടുത്തു തുടങ്ങിയാണ്. ഓക്കെ. യെസ്, എണീക്കും. എണീറ്റിട്ടേ കുടിക്കാവൂ. ഒറ്റയടിക്കാണ് വലിച്ചു തീർത്തത്. അങ്ങനെ തന്നെ കുടിച്ചാലേ. ചേടാ, ഒരു പെഗ് മദ്യം തലച്ചോറിലെ കോടാനുകോടി കോശതന്തുക്കളെ ശാശ്വതമായി മരവിപ്പിക്കും. എന്തത്തെ വെറുതെ ഓരോന്ന് പറയണൊക്കെ. നിങ്ങൾ അടുത്തെടുത്താണേ, അടുത്ത കുപ്പി പൊട്ടിച്ചാണേ. ഇവനാള് എന്നെ നഷ്ടത്തിലേക്ക് എത്തിക്കുന്ന തോന്നണം. അടുത്തെടുക്കേ. എന്താ ഡോക്ടർ എന്താ ഡോക്ടർ നിങ്ങളെ കുടി മാറ്റാൻ വേണ്ടി വന്നത്? നിങ്ങൾ കുടിപ്പിച്ച നിങ്ങൾ ബോർഡ് ശരിക്കും വായിച്ചില്ലേ? ബോർഡ് വായിച്ച് കുടി നിർത്തും പറഞ്ഞിട്ട്. അതെ, നിർത്തിക്കൊടുക്കും.
മദ്യപാനം നിർത്തിക്കൊടുക്കുമെന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇരുന്ന് മദ്യപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കർമ്മണ്യേ വാദികാരസ്തു മാ ഫലേഷു കഥാചന. അവന്റെ ഒലക്കമല് ശോകം, ആരും കേൾക്കാത്തൊരു പേര്, എവിടെയില്ലാത്തൊരു ചികിത്സ. അന്നെ ഞാണ്ടല്ലോ ഇത് നിർത്തിയിട്ടല്ലോ കൊടുക്കണം, അത് കറക്റ്റിട്ട് തരണം. ആരടക്കം